കാന്താരി ബ്രോസ്റ്റ് കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കി കഴിക്കണം കേട്ടോ. എന്നാ ഒരു ടേസ്റ്റാണെന്നറിയാവോ? നമ്മുടെ KFC ചിക്കൻ വരെ മാറി നിൽക്കും. അത്രയ്ക്ക് അടിപൊളിയാണ്. പുറത്ത് നല്ല ക്രിസ്പി കോട്ടിങ്ങും അകത്ത് നല്ല ജ്യൂസിയും സ്പൈസിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇതേ ഒരു ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുത്തോളുക. ഇനി ബ്രോസ്റ്റ് മസാലയ്ക്കായിട്ട് കാന്താരി, മല്ലിയില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു 1.5 സ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നമുക്ക് മിക്സിയിൽ ചതച്ചെടുക്കാം. കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളകാണേലും എടുക്കാം. ഇനി ഈ ഒരു മിക്സ് നമ്മുടെ ചിക്കനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോന്നേ, ഒരു നാരങ്ങേൻ്റെ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റിംഗ് ടൈം കൂടുന്തോറും ചിക്കൻ സോഫ്റ്റും ആകും, ടേസ്റ്റും കൂടും കേട്ടോ. ഇനി ഒരു 3 മണിക്കൂറിന് ശേഷം ഉണ്ടല്ലോ, നമുക്ക് കോൺഫ്ലേക്സ് ഉണ്ടല്ലോ, കോൺഫ്ലേക്സ് ഒരു പാത്രത്തിനകത്തേക്ക് എടുക്കാം. ജസ്റ്റ് കൈയും കൊണ്ട് ഒന്ന് പൊടിച്ചു കൊടുക്കാം. ഇനി നല്ല ഫൈൻ പൗഡർ ആവണ്ട. ഇനി ഇതിനകത്തേക്ക് ഉണ്ടല്ലോ 2 സ്പൂൺ മൈദ, 2 സ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടിയും, ഇനി എരിവിനാവശ്യമായ കുറച്ച് കുരുമുളക് പൊടിയും ഒറിഗാനോയും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട്, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി വേറെ ഒരു ബൗളിനകത്തേക്ക് ഉണ്ടല്ലോന്നേ, ഒരു 3 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് കുറച്ച് പാലും ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് അതും ഒന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ കുക്കറിനകത്തേക്ക് പാം ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പാം ഓയിൽ ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതൽ തോന്നിയിട്ടുള്ളത്. വല്ലപ്പോഴും ഒക്കെ അല്ലേ, കുഴപ്പമില്ലെന്നേ. ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. ഇനി ഇതേ എണ്ണ ഒന്ന് നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് മുട്ടേൻ്റെ ആ മിക്സിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ഈ കോൺഫ്ലേക്സിൻ്റെ ആ മിക്സിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത് ഈ തിളച്ച എണ്ണയ്ക്കകത്തേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് കുക്കറിൻ്റെ അടപ്പ് അടച്ചു വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, വിസിൽ ഊരിയിട്ട് വേണം അടയ്ക്കാൻ. ജസ്റ്റ് ഒന്ന് അടച്ചാൽ മാത്രം മതി. 5 മിനിറ്റിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ടോട്ടൽ 10 മിനിറ്റിന് ശേഷം ഇതേ ഓരോന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തങ്ങ് എടുത്തങ്ങ് കഴിക്കണം. എന്നാ ഒരു ടേസ്റ്റാണെന്ന് അറിയാവോ? നാളത്തെ വേൾഡ് കപ്പ് കാണാനേ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, സൈഡിൽ ഇതും അങ്ങനെ ഇരുന്നോട്ടെന്നേ, കാന്താരി ബ്രോസ്റ്റ്. അപ്പം മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ട എന്താണെങ്കിലും ഫോളോ ചെയ്യണേ.